ഇറച്ചി ഒരു 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ കഴുകി ഊറ്റിയൊക്കെ വെച്ചിരിക്കുന്നതാണ്, പോത്താണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇറച്ചിക്കറി കണ്ട് വെക്കാം. ഓക്കെ, ഇറച്ചിക്കറി ഇതിലേക്ക് കുറച്ച് മുളക് മതി. ഇറച്ചിയിലൊന്ന് പിടിക്കാനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി, അത് കുറച്ച് ഉപ്പ്. ഇത് വേണ്ട, കുറച്ച് മതി. ഉപ്പും കിട്ടുന്ന കുഴച്ചിട്ട് ഉള്ളി വെള്ളം, ഇത്തിരി വെള്ളം കേട്ടോ, അരി വെള്ളം. എന്നുവെച്ചാൽ ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവില്ല. ഇത് വെക്കുന്ന ഇറച്ചി ഒന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിൽ വെക്കണതാണ്. നാടൻ ഇറച്ചി, നാടൻ കറിയാണ് കേട്ടോ. ഒരു 2 വിസിൽ വലുത് വരണം, 2 വിസിൽ ചെറുത് വരണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് കറി വെക്കുന്ന കാണാം. അതിനകത്തേക്ക് കുറച്ച് വേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക്, എല്ലാം ഒന്നിച്ചിടാം. വേവൊക്കെ കണക്കാൻ. കുറച്ച് സവാള, കുറച്ച് മതി. പിന്നെ ഇതൊന്നും നമുക്ക് വഴറ്റാം. നല്ലോണം വഴകിയിട്ട് എനിക്ക് ഒരു ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കണം. ഒരു ഇത്തിരി കുറച്ച് ഉപ്പ്, അപ്പോൾ പകുതി ഇത്രയും വഴങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലിട്ടിട്ടുണ്ട്, ഇറച്ചിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മസാല. ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇത് നമ്മൾ പൊടിച്ച മസാലയാണ്. അപ്പോൾ അത് ഇത്തിരി ഇടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു വേവിന് ഇച്ചിരി പോണം. കുറച്ച് കുരുമുളക് പൊടി, അത് എല്ലാം കുടിച്ചിട്ട് വഴറ്റാം. കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ടതിനെക്കാട്ടും ചെറിയ ടീസ്പൂണിലാണ് മുളക് പൊടി ഇട്ടേക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വറുക്കണം നല്ലോണം. പിന്നെ ഇതിന് ആവി വരും. നല്ലോണം ആവി വരുമ്പോൾ
നല്ലോണം ആവി വന്നു. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, ഇറച്ചി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തക്കാളി ഒന്ന് മതി. ഈ തക്കാളി ഇടുമ്പോൾ ഒന്ന് വഴറ്റാം. വഴറ്റിക്കഴിഞ്ഞ് ഇതിലോട്ടേക്ക് നമുക്ക് ഈ മസാലയിൽ ഇങ്ങനെ കിടന്ന് ഉടച്ച് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അപ്പം അത് ഇറച്ചിൻ്റെ ഇത്രയായി. ഒരു ഇത്തിരിക്കോളം ഇച്ചിരി കുറവുണ്ട്. ഒരു നുള്ളി ഉപ്പിടാം. നുള്ളു മതി. കണ്ട കറി ഓക്കെ. ഇനി ഒരു 2 മിനിറ്റ് ഇത് കിടക്കട്ടെ. അത് ഈ എണ്ണയൊക്കെ നമുക്കത് പുറത്തോട്ട് ഒഴുകി വരും. കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം മകളുടെ കൊച്ചുണ്ട് ഇവിടെ, അത് ചവർക്കരയാണ്. ഇപ്പം എൻ്റെ റോസ്റ്റ് കറിയായി. നല്ല ടേസ്റ്റ് കുറച്ചുള്ളൂ. ചോറിന് കഴിക്കുക, നാസ്തക്ക് കഴിക്കുക, നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ കിടക്കുമ്പോൾ ഈ തക്കാളിയൊക്കെ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞോളും. നമുക്കിനിപ്പോൾ 2 മിനിറ്റ് കൂടി തീയിലിട്ട് നമുക്ക് ഇതെടുക്കാം. ഇതേപോലെ കറിയൊന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും അതൊരു ഈ രുചിനെ ഈ പറഞ്ഞ ഈ അളവൊക്കെ ഒന്ന് ഇട്ടിട്ട് വെച്ച് നോക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് 2 മിനിറ്റ് മൂടി വെക്കണം കേട്ടോ, ചെറിയ തീയിൽ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. രണ്ട് മിനിറ്റ് ഇപ്പോൾ ഇട്ട് തീ ഓഫ് ചെയ്ത് എന്താ നല്ല സൂപ്പർ കറിയായി. എണ്ണയൊക്കെ കണ്ടത് എണ്ണയൊക്കെ കണ്ട. ഇത്തിരി എണ്ണ ഒഴിച്ചുള്ളൂ. നെയ്യൊന്നും ഇല്ല കേട്ടോ, അധികം അതിൽ നെയ്യില്ല. കറിയായി. നമുക്ക് നെയ്ച്ചോറിന്, ഇടിയപ്പത്തിന്, വെള്ളാപ്പത്തിന്, ചോറിന് അധികം ചാറൊന്നും വേണ്ടല്ലോ. കണ്ട എണ്ണ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ ഞാൻ വറുക്കാനായിട്ട് മാത്രം. ഇതേപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം, കമൻ്റ് ഇടണം. എന്തെങ്കിലും ആവശ്യമുള്ള വിഭവം വേണമെങ്കിൽ കമൻ്റ് ഇടാം, ഞാൻ ചെയ്യാം കേട്ടോ. നാടൻ കറിയാണിത്, നമ്മളെ കൊച്ചിയിലെ നാടൻ കറിയാണിത്. ഓക്കെ.